നമസ്തേ. നമസ്തേ. ഡബിൾ ബാരൽ പ്രേക്ഷകർക്ക് ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സാങ്കേതിക പിഴവുകൾ ഇല്ലാതെ ഞങ്ങൾ റെക്കോർഡ് ചെയ്ത കഴിഞ്ഞ 1-2 എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഏറെ പിടിച്ചു എന്ന് കേൾക്കുന്നു. ഞങ്ങളുടെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മധുസൂദനൻ TP എൻ്റെ കോ-ഹോസ്റ്റ്, ഞാൻ സത്യനാരായണൻ. ഞങ്ങൾ രണ്ടുപേരും ഇന്ന് വളരെ എക്സൈറ്റഡ് ആണ്. കാരണം കോഴിക്കോട്ടെ പലരെയും പോലെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വിദ്യാലയമായ സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ, ഇപ്പൊ അതിന്റെ പേരൊന്ന് മാറി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നാണ്. ഇപ്പൊ 12th കൂടി ഉണ്ട്. നമ്മളിപ്പോ 10 വരെ ഞങ്ങൾ തിരിച്ചെന്ന് പറയും. അല്ല, അങ്ങനെ ഒരു മാറ്റം ഉണ്ടായോ? അങ്ങനെ ഒരു എനിക്കും ശരിക്കും പറയുകയാണെങ്കിൽ ഞാനും അത്ര അത് സ്ട്രൈക്ക് ചെയ്തില്ല. 98-ല് ഓപ്പൺ മാസ്റ്റർ ഉള്ളപ്പോഴാണ് +2 ആരംഭിക്കുന്നതും അദ്ദേഹം അന്ന് ഫസ്റ്റ് പ്രിൻസിപ്പൾ. നമ്മളുള്ളപ്പോ ഒരു ഹെഡ് മാസ്റ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ സ്കൂളിന് ഒരു ഹെഡ് മാസ്റ്ററും പിന്നെ ഒരു പ്രിൻസിപ്പളും ഉണ്ട്. ഫസ്റ്റ് പ്രിൻസിപ്പള് പോപ്പൻ സാർ ആയിരുന്നു, ഡെൻസിൽ പോപ്പൻ സാർ. ഓഹോ, എന്റെ ക്ലാസ് മാഷ്. നിങ്ങളുടെ ക്ലാസ് മാഷായിരുന്നു. 8, 9, 10 ഞങ്ങള് എന്റെ ക്ലാസ് മാഷായിരുന്നു. അതെ, സെന്റ് ജോസഫില് അങ്ങനെ ആയിരുന്നല്ലോ. 8ാം ക്ലാസ് മുതൽ അങ്ങോട്ട് 10ാം ക്ലാസ് വരെ ഒരേ ക്ലാസ് മാസ്റ്റർ. അപ്പോ അതൊരു പ്രത്യേകതയായിരുന്നു. ഇന്ന് അത് തുടരുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പുതിയ ജാതിയല്ലേ. അതെ. പിന്നെ നമ്മളെ സ്കൂളിന്റെ ഞാൻ ഒരു വെറുതെ ഒന്ന് ഗൂഗിൾ പരതിയപ്പോ, അതായത് നമുക്കറിയാത്ത പലതും ഉണ്ടാവുമല്ലോ. അപ്പൊ എനിക്ക് അതിന് നല്ലൊരു സൈറ്റ് കിട്ടി. ഒരു സാൻജോ ബോയ്സ് എന്ന് പറഞ്ഞിട്ട് SANJOBOYS sanjoboys.com. അതില് ഒരു ഫോമർ ഹെഡ് മാസ്റ്റർ, അദ്ദേഹത്തിന്റെ പേര് തോമസ് മാത്യു, ഒരു മുൻ ഹെഡ് മാസ്റ്റർ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. സ്കൂളിന്റെ തുടക്കം മുതൽ, അതായത് നമ്മുടെ സ്കൂൾ ശരിക്കും ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴയ സ്കൂളുകളിൽ ഒന്നാണ്. കേരളത്തിലെ ഏറ്റവും പഴയതാണ്. ഇന്ത്യയിലെ തന്നെ 1793 ആരംഭിച്ചതാണ്. 1793. അതെ. പക്ഷെ 1700 അതെ. അപ്പൊ ഈ 1793 മുതൽ ഒരു 1860 വരെ സ്കൂളിനെ പറ്റിയുള്ള വിവരങ്ങൾ സ്കെച്ചിയാണ്. അതായത് പൂർണ്ണ വിവരങ്ങൾ ലഭ്യമല്ല. അത് അദ്ദേഹം തോമസ് മാഷ് ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വളരെ പഴയ ഒരു സ്കൂളിലാണ് നമ്മൾ പഠിച്ചത്. നമുക്ക് അന്ന് പഠിക്കുമ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു. അതെ, ശരിക്കും സ്കൂൾ ബുക്കിൽ അല്ലെ, സ്കൂൾ ബുക്ക് എന്നല്ലേ നമ്മൾ പറഞ്ഞിരുന്നത് ആ സാധനം. അതിൽ ശരിക്കും ഇതൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യേണ്ട അന്നില്ലാന്ന് തോന്നുന്നു. അന്ന് മെൻഷൻ ചെയ്തിരുന്നത് എനിക്ക് ഓർമ്മയില്ല ശരിക്കും. അപ്പോ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ 231 കൊല്ലാണ് ഇപ്പോ. 231 കൊല്ലാണ് സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇപ്പോ. അപ്പോ ഇതാണ് അതിന്റെ ഇത്. പിന്നെ അവിടുത്തെ നമ്മള് സ്കൂളിന്റെ കാര്യം പറയുമ്പോൾ നമ്മളൊരു മോഡേൺ ഹിസ്റ്ററി ഓഫ് സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫാദർ ആന്ത്രപ്പേറെ പറ്റി പറയേണ്ടി വരും. കാരണം നമ്മുടെ ജീവിതങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ച ഒരു അധ്യാപകനാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊക്കെ പോകുന്ന ശേഷം ഫാദർ ജോസഫ് കല്ലേപ്പള്ളിൽ എന്ന് പറയുന്ന അച്ഛനും അവിടെ കാര്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ പോപ്പൻ സാറിന്റെ സമയത്തും അതിനുശേഷമുള്ള ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൾമാരുടെ കാലത്തും ഒക്കെ വളരെയധികം വികസനം, പ്രത്യേകിച്ച് പഠനം മാത്രമല്ല കായിക രംഗങ്ങളിലും സെന്റ് ജോസഫ്സ് വളരെ ഉയരത്തിലാണ്. നമുക്കെല്ലാം അത് കേട്ട് അഭിമാനിക്കാനുള്ള വകയുണ്ട്. അല്ല, അന്ന് നമ്മൾ പഠിക്കുന്ന സമയത്തും ഈ കായികപരമായിട്ടൊക്കെ നമ്മൾ ഭയങ്കര മുന്നിൽ തന്നെയായിരുന്നു. അതെ, എല്ലാ സ്പോർട്സിലൊക്കെ നമ്മൾ വളരെ മുന്നിലായിരുന്നു. അതെ. പിന്നെ കേളപ്പജി അധ്യാപകനായിട്ട് അവിടെ ജോലി എടുത്തിട്ടുണ്ട് എന്നുള്ളത് എനിക്കൊരു പുതിയ വിവരമായിരുന്നു.
ആ, പിന്നെ NV കൃഷ്ണവാര്യർ അവിടെ പഠിച്ചിട്ടുണ്ട് എന്നൊരു ഇതിൽ കാണുന്നു. ആ, ആ. അതും വളരെ നമുക്ക് വളരെ അഭിമാനം തോന്നുന്ന ഒരു സംഗതിയാണ്. അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെ. ഒഫ്കോഴ്സ് അവര് അവിടുന്ന് കുറെ മിടുക്കന്മാരും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നും സ്കൂൾ അതിന്റെ പഴയ ഇത് ഉം. നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ കാലത്തെ ന്യൂ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ന്യൂ ജനറേഷൻ എങ്ങനെ വളരെ മുന്നോട്ട് വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് രണ്ട് കാര്യങ്ങൾ. എൻ്റെ ആദ്യത്തെ അനുഭവം, ഞാൻ 7ാം ക്ലാസ്സിലാണ് അവിടെ അഡ്മിഷന് വേണ്ടി പോകുന്നത്. അപ്പൊ അന്ന് എൻ്റെ അച്ഛൻ ആകാശവാണി തൃശ്ശൂരിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്, അമ്മ ഡ്യൂട്ടിയിലായിരുന്നു. അപ്പോ എൻ്റെ കൂടെ അച്ഛൻ നിയോഗിച്ച കോഴിക്കോട് കോർപ്പറേഷനിലെ ഒരു ഉദ്യോഗസ്ഥനാണ് എൻ്റെ കൂടെ വന്നത്. ഫാദർ ആന്ത്രപ്പേർ ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ, നിങ്ങൾ ഈ വിദ്യാർത്ഥിയുടെ അച്ഛനാണോ? അയാൾ പറഞ്ഞു, അല്ല, അച്ഛനെ ഏൽപ്പിച്ചത്. ഈ വിദ്യാർത്ഥിക്ക് ഈ സ്കൂളിൽ അഡ്മിഷൻ ഇല്ല, നിങ്ങൾക്ക് പോകാം. അങ്ങനെ ഒരു നെഗറ്റീവ് കേട്ടോണ്ടാണ് ഞാൻ സെന്റ് ജോസഫിന്റെ പടിക്ക് ആദ്യം കയറുന്നത്. പിന്നെ സബ്സിക്വന്റ്ലി ആകാശവാണിയിൽ നിന്ന് ആരൊക്കെയോ ഫാദറോട് കാര്യങ്ങളുടെ കടുപ്പ് ധരിപ്പിച്ചു. അങ്ങനെ പെട്ടെന്ന് വരാൻ പറ്റിയ ഒരു നല്ല സ്കൂളാണല്ലോ. അതെ അതെ. പിന്നെ അങ്ങനെ പെട്ടെന്ന് വരാൻ പറ്റിയ ഒരു ജോലിയല്ല. സാധിക്കുമെങ്കിൽ തീർച്ചയായും വരുമായിരുന്നു. പക്ഷെ കുട്ടിയുടെ അമ്മ കൂടെ വരും. അപ്പൊ ഫാദർ മനസ്സോടെ സമ്മതിച്ചു. പിന്നെ ഞങ്ങൾ അഡ്മിഷന് പിന്നീട് 2ാമത്തെ പ്രാവശ്യം പോയപ്പോ അദ്ദേഹം സ്വസ്മേരവദനായിട്ടായിരുന്നു നമ്മളെ സ്വീകരിച്ചതും അഡ്മിഷൻ തന്നതും. അങ്ങനെ ദേഷ്യം പിടിക്കാത്ത ഒരാളാണ് കേട്ടോ. പക്ഷെ ഇത് ദേഷ്യം എന്ന് പറയാൻ പറ്റില്ല. ഇത് എന്താ പറയാ, ഫാദർ വളരെ ഫേം ആയിരുന്നു. അച്ഛന് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. അതായത് ഒരു കുട്ടിയുടെ അഡ്മിഷന് അച്ഛന് വരാൻ സമയമില്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കുട്ടി എന്റെ സ്കൂളിൽ പഠിക്കണ്ട എന്നുള്ള വളരെ കൃത്യമായ ധാരണയായിരുന്നു അച്ഛന്. അതിന് എനിക്ക് ഒരു വിരോധം പിന്നീട് തോന്നിയിട്ടില്ല. കാരണം അച്ഛൻ്റെ അടുത്ത് നിന്ന് അത്രയും സ്നേഹം നമുക്ക് പിന്നീട് കിട്ടിയല്ലോ. വല്ലാത്തൊരു മനുഷ്യനാണ് അയാള്. മാഷ് എന്ന് പറഞ്ഞാല് അയാളെ ഇതൊരു കമ്പ്യൂട്ടറാണ് തല. കാരണം ഓരോ വിദ്യാർത്ഥിനെയും പേര് പറഞ്ഞു വിളിക്കൂ. അച്ഛൻ പേരറിയാം, എന്റെ അച്ഛന്റെ പേര് അറിയാം. കാരണം അവിടെ ടൈപ്പ് റൈറ്റർ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു അച്ഛനായിട്ട് ബന്ധമുണ്ടാവും. അപ്പൊ എന്നെയൊക്കെ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് മാഷ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കൂ. അത് അത്രയും കറക്റ്റ് മെമ്മറിയാണ് പുള്ളിക്ക്. എത്രയോ കാലങ്ങൾ. പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ തന്നെ. പിന്നെ അതുപോലെ എന്നെ സ്വാധീനിച്ച എന്റെ ജീവിതത്തില് ആ സമയത്ത് നേരായ വഴി കാട്ടിത്തന്ന ആൾക്കാരിൽ മാഷുമാരിൽ ഒരാള് ദൈവശിഖാമണി മണിമാഷ്. അദ്ദേഹം 8, 9, 10 ക്ലാസ്സുകളിൽ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. പിന്നെ അതുമാതിരി ഡെൻസിൽ പോപ്പൻ സാറ്, പിന്നെ ഡെൻസിൽ പോപ്പൻ സാറ്, വർഗീസ് മാഷ്, മലയാളം പഠിപ്പിച്ചിരുന്ന സേവിയർ സാർ. ഈ മണിമാഷ് എന്തായിരുന്നു പഠിപ്പിച്ചത്? മണിമാഷ് പല വിഷയങ്ങളും ഹാൻഡിൽ ചെയ്യായിരുന്നു. പ്രത്യേകിച്ച് മാത്സ്, ഫിസിക്സ്, അങ്ങനെ ഏത് വേണമെങ്കിലും. സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന മാത്സ് ആയിരുന്നു തോന്നുന്നു. എനിക്ക് കെമിസ്ട്രി ആയിരുന്നു. അദ്ദേഹം ഏത് വിഷയം വേണമെങ്കിലും എടുക്കാൻ കേപ്പബിൾ ആയിരുന്നു. അയാളെ കണ്ടാൽ അങ്ങനെ കെമിസ്ട്രി മാഷാണെന്നും അല്ല തോന്നുക, ഒരു ഫയൽവേനാണ്. അതെ, അദ്ദേഹത്തിന് ആ സമയത്ത് നമ്മുടെ വിളിപ്പേരുകൾ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഭയങ്കര ഒരു ഫിഗർ ആയിരുന്നു. അപ്പൊ കാലാകാലം പുതിയ പേരുകൾ വരും. ഒരു സമയത്ത് രാജൻ കേസ് ഇങ്ങനെ കത്തി നിൽക്കുമ്പോ പുലിക്കോടൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അവിടുത്തെ ടൈറ്റിൽ. പിന്നീട് ഗുരുവായൂർ കേശവൻ സിനിമ റിലീസായപ്പോ ഗുരുവായൂർ കേശവനായി അദ്ദേഹം. അപ്പൊ അതുപോലെ അങ്ങനത്തെ സ്റ്റാച്ചർ ഉള്ള ഒരു അധ്യാപകനായിരുന്നു. ഒരിക്കലും അതുപോലെ തന്നെ അന്ന് ചിരി വരൂല, ഒരുവിധ സംഗതിക്കൊന്നും ചിരിയില്ല. പിന്നെ തമിഴ് കലർന്ന ഒരു മലയാളം, പിന്നെ മുണ്ടെടുത്ത് വരുന്ന അപൂർവം അധ്യാപകരിൽ ഒരാളായിരുന്നു. അന്ന് ഒരുവിധ അധ്യാപകരൊക്കെ മറ്റേ പാന്റ് തന്നെയായിരുന്നു. കാരണം കൈ മടക്കിയിട്ട് വെള്ളയും വെള്ളയായിരുന്നു. കോട്ടൺ, വെള്ളയും കോട്ടൺ ആയിരുന്നു ഷർട്ട്. മണിമാഷ്. പിന്നെ അതുമാതിരി നമ്മുടെ NCCയിലെ ജോസ് സാർ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ക്ലാസ്സിലൊക്കെ. പിന്നെ അത് കൂടാതെ വേറെ നമ്മുടെ ഈ വേറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ. ഒക്ടോബർ 2-ാം തീയതി പാവങ്ങൾക്ക് നമ്മൾ ഊണ് കൊടുക്കുന്ന പരിപാടി. ഓഗസ്റ്റ് 15 വായിച്ചില്ല. ഞാനത് ഗാന്ധി ജയന്തി ആണെന്നുള്ള ഓർമ്മ.
ഞാൻ എല്ലാ വർഷവും അതിന്റെ ഒരു വളണ്ടിയറാണ്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് പണിയെടുക്കുന്ന ഒരാളാണ്. എന്നെ ഞാൻ NCC-യുടെ ഒന്നും ഇല്ലായിരുന്നെങ്കിലും ഈ ജോസാറുമായിട്ട് അങ്ങനെയാണ് ഒരു പ്രത്യേക ഒരു ഇതുണ്ടായിരുന്നു, അടുപ്പമുണ്ടായിരുന്നത്. പിന്നെ ബാക്കി മാഷന്മാരെ പലരുടെയും പേര് ഓർമ്മ കിട്ടുന്നില്ല. അതിന് ആ മാഷന്മാർ ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ ക്ഷമിക്കുക. പിന്നെ എന്നെക്കാളും ഇതിൽ വളരെ കൂടുതൽ സെന്റ് ജോസഫ് സ്കൂളിനെ പറ്റി പറയാനുള്ളത് മധുസൂദനായിരിക്കും. ഞാൻ അവിടെ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ സീനിയർ ആയിരുന്ന മധുസൂദനൻ അവിടെ ഒരു സകലകലാവല്ലഭനായിരുന്നു. മിമിക്രി, പിന്നെ അതുപോലെ ഡ്രാമയിലുണ്ടായിരുന്നു അല്ലേ? പിന്നെ SFIയുടെ പ്രമുഖ എന്താ പറയാ പോരാളിയായിട്ട് സമരം നയിക്കുന്നതും കണ്ടിട്ടുണ്ട്. അപ്പൊ മധുസൂദന് കൂടുതൽ പറയാനുണ്ടാവും. മധുസൂദനിലേക്ക്. സ്കൂളിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ആ സ്കൂളില് അത്രയും പഴക്കമില്ല ഒരു സ്കൂളില് നമുക്ക് പഠിക്കാൻ പറ്റിയത് തന്നെ നമ്മളെ വലിയൊരു ഭാഗ്യമാണ്. പക്ഷെ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ ആ ഭാഗ്യത്തിനെ ശരിക്കും യൂട്ടിലൈസ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ എന്ന് പറയാം. കാരണം ഞാനും അതന്നെ പറയും. എന്നാലും നിങ്ങളെ ഒരു ഇതുമല്ല, ഞാൻ വിദ്യാഭ്യാസത്തിന്റെ നല്ലൊരു വിദ്യാഭ്യാസം കിട്ടി നമ്മൾ മുന്നോട്ട് പോകേണ്ടതിന് പകരം നമ്മൾ നേരെ നെഗറ്റീവായി പോവുക ചെയ്തത് അവിടെ. കാരണം അതിന്റെ ഒരു കാരണം എന്താ വെച്ചാൽ എൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെയാണ്. ആ രാഷ്ട്രീയ തുടങ്ങിയതാണ് എല്ലാത്തിനും നമ്മളെ നാശത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം ഒരു സത്യമാണ്. കാരണം എന്തും ചെയ്യാനുള്ള ധൈര്യമാണ്. CH കണാര സ്മാരക മന്ദിരത്തിൽ നിന്ന് എനിക്കിങ്ങനെ ധൈര്യം വരില്ലേ? ടിന്ന് കണക്കിന് ധൈര്യം ഇങ്ങനെ വരും. ആ ടിന്ന് കണക്കിന് ധൈര്യം നമ്മളിങ്ങനെ ചവറപ്രാശം കഴിച്ചിട്ട് നല്ല ഉഷാറാണ് രാവിലെ. അപ്പൊ അങ്ങനെ സമരം ഇങ്ങനെ ആഹ്വാനം ചെയ്തിട്ട് നമ്മളോട് പറയണേ നാളെ രാവിലെ SFI ആഹ്വാനം ചെയ്തെന്ന സമരം ഉണ്ട്, ഇങ്ങനെ ചെയ്യണമെന്ന്. അപ്പൊ ഞാനിങ്ങനെ ബസ് ഇറങ്ങിയിട്ട് നമ്മളെ നമ്പർ 3 ബസ് നടക്കാവുന്ന കയറിയിട്ട് കോർപ്പറേഷൻ ഓഫീസിന്റെ അവിടെ ഇറങ്ങും നമ്മൾ. അന്നൊരു ബസ് ഉണ്ട് നമ്പർ 3, ഓർമ്മ ഉണ്ടോ? ഓർമ്മ. കുതിരവട്ടത്തേക്ക് കുതിരവട്ടം കോളേജിൽ പോകുന്നൊരു ബസ്സാണ്. അതായത് നടക്കാവുന്ന സ്റ്റാർട്ട് ചെയ്യും. നടക്കാവുന്ന സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഇംഗ്ലീഷ് പള്ളി വഴി ഇങ്ങനെ വന്ന് ബീച്ചിലേക്ക് കയറി നമ്മളെ ബീച്ച് റോഡ് മുഴുവൻ ചുറ്റി ആ ഗാന്ധി പ്രതിമേന്റെ അവിടെ എത്തിയിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ കോർപ്പറേഷൻ ഓഫീസിന്റെ മുന്നിൽ നിർത്തിയിട്ട് അവിടെയാണ് നമ്മൾ ഇറങ്ങുക. അത് NVക്ക് ഒരു ബസ് ഉണ്ടായിരുന്നു, CCN KPക്ക് ഒരു ബസ് ഉണ്ടായിരുന്നു, പിന്നെ CCക്കാർക്ക് ഒരു ബസ് ഉണ്ടായിരുന്നു. അങ്ങനെ 3 ബസ്സോ 4 ബസ് ഇവർക്ക് നമ്മളെ CMC എന്ന് പറഞ്ഞിട്ടൊരു സാധനം, അതായത് നമ്മളെ കോർപ്പറേഷന് ബസ് ഉണ്ടായിരുന്നു, കോഴിക്കോട് കോർപ്പറേഷന്റെ ബസ്. മുനിസിപ്പാലിറ്റി അന്ന് മുനിസിപ്പാലിറ്റി അതാണ് CMC, കോഴിക്കോട് മുനിസിപ്പാലിറ്റി നറ്റാണ് അതിന്റെ ഇത്. അപ്പൊ ആ ബസ്സൊക്കെ നമ്മളെ ക്രിസ്തുരാജ സ്കൂളിന്റെ നേരെ തൊട്ടടുത്തില്ല വലിയൊരു ബംഗ്ലാവ് ഇല്ലായിരുന്നു, മേയർ ബംഗ്ലാവ്. അതിന്റെ അടുത്തൊരു വർഷാപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ബസ്സൊക്കെ കയറിയിട്ടാണ് അവിടെ ഇറങ്ങുക. അത് ആ ബസ് യാത്ര തന്നെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത സാധനമാണ്. കാരണം നമ്മൾ സ്റ്റുഡൻസ് മാത്രമാണല്ലോ. നമുക്ക് അരച്ചാൽ കണക്കായിട്ട് ഒരു കോൺവെന്റും ആണ് തൊട്ടപ്പുറം. സെന്റ് ജോസഫ് കോൺവെന്റ് ആണ്, ആംഗ്ലോ ഇന്ത്യൻ കോൺവെന്റ് ഉണ്ടല്ലോ. അപ്പൊ ഇത് രണ്ടും കൂടി മിങ്കിളായിട്ട് ഫുള്ളായിട്ട് ഈ ബസ്സിൽ ഉണ്ടാകുക നമ്മൾ വിദ്യാർത്ഥികൾ മാത്രമാണ്. മറ്റുള്ള ആൾക്കാരൊന്നും അതിലേക്ക് അടുപ്പിക്കുകയില്ല. 10 പൈസയും കൊടുത്ത് ഇതിൽ കയറുക ചെയ്യുക. 10 പൈസയോ 5 പൈസയോ 10 പൈസയാണല്ലോ അല്ലേ? ആ 10 പൈസയും കൊടുത്ത് കയറി നമ്മളങ്ങനെ സ്കൂളിന്റെ അവിടെ കൊണ്ട് ഇറങ്ങിയപ്പോഴേക്ക് എന്നെ കാത്തു നിൽക്കുന്നുണ്ടാവുമായിരുന്നു അന്ന് കുട്ടികൾ. നമ്മള് ജൂനിയർ ആയിട്ടില്ലേ സ്റ്റുഡൻസ്. അല്ല ഇന്ന് സമരം ഉണ്ടോ, ഇന്ന് സമരം ഉണ്ടോ, സമരം ഉണ്ടോ, സമരം ഉണ്ടോ എന്ന് വെച്ചിട്ട് എന്റെ വയ്യിൽ ഇങ്ങനെ ആളുണ്ടാവും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അറിയില്ല അത്. അതിങ്ങനെ ഏകദേശം എന്നിട്ട് ആ സ്കൂളിന്റെ അവിടെ എത്തുമ്പോഴേക്ക് കുറെ ആളുണ്ടാവും. അങ്ങനെ പിന്നെ അപ്പൊ എനിക്ക് തോന്നുകയാണ് ഒന്ന് വിളിച്ചാളാന്ന്. അപ്പൊ ഞാൻ ഒറ്റ വിളിയാ, വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്, വിദ്യാർത്ഥി സമരം സിന്ദാബാദ്, ഇന്ന് ക്ലാസ് വിടണം പറ്റുന്നൊക്കെ പറഞ്ഞു ഒച്ചയും വിളിയാക്കി. ഹെഡ്മാഷ അവിടെ കയറിയിട്ട് 2 വിളിക്കും. അപ്പൊ തന്നെ ലോങ് ബെല്ല് അടിച്ചു ലോങ് ബെല്ല്. ഞാൻ ഉള്ളിൽ കയറി പറയും കേട്ടോ, പക്ഷെ ഫാദറോട് ഇന്ന് സമരമാണ്, നിങ്ങൾ സമരം ചെയ്യും. അപ്പൊ ചിലപ്പോ ഫാദർ പറയും ഈ പീരീഡ് ചെയ്യണ്ട, സെക്കൻഡ് പീരീഡ് ചെയ്താൽ മതി, ഉപദ്രവിക്കരുത്, അത് ഇന്റർവെല്ലിന് വരെ ക്ലാസ് പോയിരിക്കുന്ന പറയും. അപ്പൊ ഞാൻ കേൾക്കും, ഞാൻ അതിനൊന്നും എതിർക്കൂല. ഈ ഫാദറിനോട് നമുക്ക് വലിയ ബഹുമാനമാണല്ലോ. ഈ തോമസ് ആന്ത്രപ്പനോട് നമുക്കൊരു ബഹുമാനില്ല ആളാണ്. അപ്പൊ ഞാൻ പോയിരിക്കും. ആ ഇന്റർവെല്ലിന് വിടുന്ന സമയത്ത് വിളിക്കൂ. അപ്പൊ ഇവിടെ ഒരു ശങ്കരേട്ടൻ ഉണ്ട്. ശങ്കരേട്ടന്റെ മണി അടിക്കുന്ന ഓർമ്മ ഉണ്ടോ? സ്പെഷ്യൽ ഉണ്ട്. നാവ് ഫസ്റ്റ് അടിക്കാൻ
എന്നിട്ട് നാവ് രണ്ടു ഭാഗത്തേക്ക് ഇങ്ങനെ ടിങ് 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 എന്ന് പോയിട്ട് ലോങ് അടിച്ചിട്ട് അത് അടിപ്പിക്കുക അയാളെ കൊണ്ട് ഞാൻ അടിച്ച് ലൈനെ കൊണ്ട് വിട്ടിട്ടുണ്ടാവും. അതൊരു വലിയ സംഗതിയാ. നാവ് ഓർത്തിട്ട് ടിങ് ടിങ് ഇത് ആ പെല്ലിനനുസരിച്ച് നാവ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. പാവം അയാളൊക്കെ റിട്ടയർ ചെയ്ത് പോകുമ്പോൾ കരഞ്ഞിട്ട് അയാള് നല്ല നല്ല റിലേഷൻ ആയിരുന്നു അയാളൊക്കെ. വയസ്സായിട്ട് എത്ര കാലം കഴിഞ്ഞിട്ട് അയാളൊക്കെ പോയത്. അങ്ങനെ ഒരുപാട് സമരങ്ങൾ അവിടുന്ന് ചെയ്തു. ഈ സമരങ്ങളൊക്കെ ചെയ്യുമ്പോ ഞാനിങ്ങനെ അധപ്പതനത്തിലേക്ക് പോവുകയാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്ക് അന്ന് ഉണ്ടായിട്ടില്ല. അച്ഛൻ പറയുന്നതും കേൾക്കൂല, അമ്മ പറയുന്നതും കേൾക്കൂല, മാഷുമാര് പറയുന്നതും കേൾക്കൂല. നമുക്ക് വിദ്യാർത്ഥി ഐക്യോ തന്നെ ഇതുകൊണ്ട് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് CH കണാര സ്മാരക മന്ദിരത്തിൽ ഇരിക്കും. അവിടെ വലിയ വലിയ നേതാക്കന്മാരൊക്കെ ഉണ്ട്. നമ്മൾ ഭയങ്കര സംഭവമാണല്ലോ. അന്നപ്പോ എനിക്ക് അന്ന് യൂണിറ്റ് പ്രസിഡന്റോ അങ്ങനെ എന്തോ ആണ് ഞാൻ. അപ്പോ ധൈര്യം വളരെ ഇതല്ലേ. അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്കൂളിന്റെ തൊട്ടടുത്തായിരുന്നു എന്ത് വില്യങ്ങാടി. അപ്പൊ നമ്മള് ചോപ്പന്മാരല്ലേ, ചോക്കപ്പന്മാരെ തൊടുമ്പേക്ക് CITക്കാർ മുഴുവൻ വരില്ലേ ലൈനായിട്ട്. ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടാക്കാനും ഫുൾ ധൈര്യം. ആര് ചോദിക്കാൻ ആര് പറയാൻ. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ഒരു സേട്ടൂന്റെ അടുത്ത് തല്ലിട്ടിയത്. സേട്ടു മീൻസ് മറ്റേ ഗുജറാത്തി ബിസിനസ്സുകാരൻ. അയാളൊരു ലാംബ്രട്ട ഒരു നീല സ്കൂട്ടറിൽ പോയി. രാജു അയാളെ പേരൊക്കെ എപ്പോഴും ഓർമ്മയുണ്ട്. തല്ലിട്ടിയാണല്ലോ. അപ്പൊ അയാളുടെ അത് ഓർമ്മയുണ്ട്. അങ്ങനെ അയാള് നമ്മളെ ഒരു ഗുജറാത്തീസിന്റെ ഒരു അമ്പലം ഉണ്ടല്ലോ നമ്മളെ സ്കൂളിന്റെ മുന്നില്. ആ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു പീഡിയ, ചെറിയ ഒരു സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു ആ സൈഡിന്റെ പീഡിയ. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ ഇടവഴി, ബീച്ച് ഹോട്ടലിന്റെ ഇടവഴിയിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞിട്ട് ഫസ്റ്റ് രണ്ടാമത്തെ വീടാ. ഒരു ബോഗൺ വില്ലൊക്കെ ആയിട്ട് ഗുജറാത്തി സ്കൂളിന്റെ മതിലിനോട് അടുത്തിട്ട് ഒരു വീടുണ്ട്. ഓർമ്മയുണ്ടത്? അതിലെ പോയിട്ടുണ്ട്. അങ്ങനെ ഈ വീട്ടിലെ ആള് അങ്ങോട്ട് പോവാൻ വേണ്ടി ഇങ്ങനെ വളയ്ക്കുക, വണ്ടി വളച്ചിങ്ങനെ വരിക. അന്ന് ഞങ്ങൾ ഒരു സംസ്ഥാന സമ്മേളനത്തിന് വേണ്ടിയിട്ട് ഒരു കളക്ഷൻ എടുക്കുക. ഇത് സെന്റ് ജോസഫിലെ പഠിച്ച കഥ പറയുകയാണെങ്കിൽ ചിലപ്പോ എനിക്ക് തോന്നുന്നു ഈ എപ്പിസോഡുകൾ കഴിഞ്ഞാൽ ഇത് പറഞ്ഞു തീരൂല, അത്രയും ഉണ്ടാവും ഇത്. അങ്ങനെ ഈ പൈസ പിരിവായിട്ട് ഞാനിങ്ങനെ പാട്ടയും പിരിച്ചിട്ട് മുന്നിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ അത് പോകുമ്പോ ഇയാളോട് തടുത്ത്, നമുക്ക് ഉഷാർ ജാസ്തിയാണല്ലോ, തടുത്ത് വെച്ചിട്ട് പൈസ ഇടായി. അപ്പൊ ചേട്ടനെ ഞാൻ കൊടുക്കൂലെന്നാ. ഇത് കൊടുക്കൂല, കൊണ്ട പൈസ ഇടറോ. അപ്പൊ നമ്മളെ അന്ന് 25 പൈസക്ക് ഇടൂലോ ആൾക്കാര്. അന്ന് 25 പൈസ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര. 1 ഉറുപ്പ്യ ഒന്നും ആരും ഇടൂല, പൈസക്കാരിടുകയുള്ളൂ 1 ഉറുപ്പ്യ. അപ്പൊ 25 പൈസ 10 പൈസക്ക് ഇങ്ങനെ ഇടുകയാണ്. അപ്പൊ ഇയാൾ ഇടൂലെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇട്ടില്ല ഈ പോകൂലെന്നൊക്കെ പറഞ്ഞതാക്കിയപ്പോ സേട്ടും ഞാൻ ചെറിയ ചെക്കനല്ലേ ഒന്നടിച്ചു മുഖത്തടി കിട്ടിയത് ഇതൊക്കെ ആയിട്ട് വീണ്. പക്ഷെ എന്താ സ്ഥിതി, സേട്ടു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പിന്നെ അവസാനം നാട്ടുകാരെയൊക്കെ വിളിച്ച് കൊണ്ടുവന്ന് സേട്ടുമാരെ ആ ആൾക്കാരൊക്കെ ഇടപെട്ട് എന്നിട്ടൊക്കെയാണ് പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്. എനിക്കിത് കിട്ടി. വലിയ സംഭവമല്ലേ, വിദ്യാർത്ഥിനെ മർദ്ദിച്ചില്ലേ, വിദ്യാർത്ഥി നേതാവിനെ. ഇത് കിട്ടി രണ്ടാമത്തെ മിനിറ്റിൽ വരികയല്ലേ വില്യങ്ങാടിന്ന് ഫുൾ ആൾക്കാര് വന്ന് വളഞ്ഞ് ഇയാളെ വീട് വളഞ്ഞു നിർത്തി. RT ഓഫീസിൽ നിന്ന് ആൾക്കാര്, നേതാക്കന്മാര് വന്ന് എല്ലാരും വന്ന് ഇയാളെ വീട്ടിൽ കയറി അടിച്ചിട്ട് അവന്റെ പല ഇവിടെ പുറത്തിറങ്ങൂലെന്ന് പറഞ്ഞു ഇയാളോട്. ഇയാളാകെ വിറച്ച് ബേജാറായി. ലാസ്റ്റ് ഇയാളെ കമ്മ്യൂണിറ്റിന്റെ ആൾക്കാരൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. എനിക്കിത് ഇത്ര വലിയ സീരിയസ് ഒന്നുമില്ല, കിട്ടിയെന്നല്ലാണ്ട് വലിയ സംഭവമൊന്നുമില്ല. എന്ത് ചെയ്യാൻ. അപ്പൊ പിന്നെ നമുക്ക് ആദ്യമൊക്കെ ഒരു സ്കീം ഉണ്ടാകുമല്ലോ കിട്ടി കഴിഞ്ഞാൽ. അപ്പൊ വലിയ പ്രശ്നങ്ങളായി. ലാസ്റ്റ് ഇയാളെ അമ്മയും ഇയാളെ ഭാര്യയും വീട്ടുകാരോട്ടൊക്കെ ഒന്നടക്കം എന്നോടും ബാക്കിയുള്ള ആൾക്കാരോടും മാപ്പ് എന്ന് തന്നെ പറയേണ്ടി വന്ന്. നമ്മൾ മാപ്പാക്കണം, നമ്മളെ വിടണം തന്നെ കരേണ്ടി വന്നു. എന്നിട്ടാണ് അയാള് അവിടുന്ന് രക്ഷപ്പെട്ടത്. അങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നു. SFIന്റെ സംസ്ഥാന സമ്മേളനത്തിന് പിരിവെടുത്തതാ. അന്ന് 125 ഉറുപ്പ്യാണ് നമ്മളെ ബാൻഡിന്റെ ഫുള്ള് സെറ്റ് വരണമെങ്കിൽ. അപ്പൊ എനിക്ക് ഇങ്ങനെ മുന്നിൽ നടക്കാലോ, യൂണിറ്റ് പ്രസിഡന്റ് ഒക്കെ അല്ലേ. അപ്പൊ ഞാനിങ്ങനെ അപ്പൊ ഒരു വേറൊരുത്തൻ ഉണ്ടായിരുന്നു, ഞാൻ നാളെ പേരും അറിയത്തില്ല. കാരണം ഓനെന്താ ഇത് വെച്ചാലേ ഈ പിരിവെടുത്ത പൈസ അടിച്ചു പോയി കഴിഞ്ഞു. ഓനാണ് ഇന്നെ SFI കൊണ്ടുവന്നൊരാൾ. ഓനെ പൈസ പിരിവെടുത്ത് പോയി. പിരിവെടുത്തിട്ട് മൂപ്പര കയ്യില് കളക്ട് ചെയ്തത് 40 ഉറുപ്പ്യ കിട്ടിയത് അപ്പാടെ. ഈ 40 ഉറുപ്പ്യ ഓന്റെ കയ്യിൽ കൊടുത്തതാ. അവസാനം ബാൻഡേജ് വന്നപ്പോ ബലം കാണാനില്ല. 40 അടി കിട്ടാൻ എവിടെയും പോണം. നമ്മളെ കുര്യാലയിലെ മറ്റേ ആൾക്കാരുണ്ടല്ലോ ബാൻഡേജ്, ഓരോ അടി ഒരു
മൂന്നാലിങ്ങനെ തെറ്റിപ്പോയി. നമ്മളെ KTCന്റെ മുന്നില് ലൈഫ് അവിടെ ഉണ്ട്. അവിടുന്നാണല്ലോ വരിക. ഓരാ വന്നത്. അവിടുന്നുണ്ട്. ശരി. രണ്ട് സ്ഥലത്തുണ്ട്. ഓരാ വന്നത്. അല്ലെ നമ്മളെ പാട്രിക് ഒക്കെയാണ് വരിക. പാട്രിക് പിന്നെ ആ സമയത്ത് അവിടെ പഠിക്കുന്ന. അതെ, ആ രണ്ട് സ്ഥലമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു. അതെ. പാട്രിക് ഒക്കെ ഇപ്പോഴും ആക്റ്റീവ് ആണ്. പാട്രിക് ആക്റ്റീവ് ആണ്. പാട്രിക് ഈ അടുത്ത ഏതോ ഒരു ഇതിന് ചടങ്ങിന് ഞാൻ കണ്ടു, വായിക്കുന്ന കണ്ടു. അങ്ങനെ അവസാനം പിന്നെ ഇയാളെ കാണാണ്ടായി. അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ SFI ഒരു ചെറിയ ഈ ഒരു വിരോധം ഉണ്ടായത്. പക്ഷെ എന്നിട്ട് ആ പ്രസ്ഥാനമായിട്ട് തുടർന്ന് ഇങ്ങനെ പോയി. പക്ഷെ ആ പ്രസ്ഥാനത്തോട് കൂടി ഇങ്ങനെ നിന്നത് കൊണ്ടുണ്ടായ രണ്ട് സംഗതികളാണ്. സോഷ്യലായിട്ട് നമുക്ക് ജനങ്ങളെ സേവിക്കാനുള്ള ഒരു മനസ്സുണ്ടായിട്ടുണ്ട്. ഇല്ല ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടായി. പക്ഷെ അതേ സമയത്ത് നമ്മളെ ഒരു ഗുണ്ടായിസത്തിന്റെ അധിപതിയാക്കാനും ആ പ്രസ്ഥാനം മുന്നിൽ നിൽക്കുന്നുണ്ട്. രണ്ട് മുഖം മുഖത്. രണ്ട് മുഖമാണ് ആ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എനിക്ക് ആ സ്കൂളിന്റെ അകത്ത് ഉണ്ടായ ഏറ്റവും വലിയ ഒരു ഡ്രോബാക്ക്. ഞാൻ മാഷുമാരെ ബഹുമാനിക്കൂല. കാരണം SFI നേതാവ് എന്ത് കുന്തോ ആര് ചോദിക്കാൻ. നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഈ ഇതിന് വേണ്ടിയിട്ട് ആളെത്തുക. എന്നെ ഒന്ന് പുറത്താക്കാനോ പിടിക്കാൻ പറ്റില്ല. അപ്പൊ സമരല്ലേ. അന്ന് സമരം തുടങ്ങിയില്ലേ. ഒരു മാഷ എന്നെ അടിച്ചൊരു പ്രശ്നമുണ്ട്. അതറിയോ? ഓർമ്മ? വലിയൊരു സമരമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. വലിയൊരു സമരം ഉണ്ടായിരുന്നു. ആ സമരത്തിൽ എന്നെ അവിടുന്ന് സ്കൂളിൽ നിന്ന് പുറത്താക്കാണ്ട് ഇരിക്കാനുള്ള ഒരു കാരണക്കാരൻ ഞാൻ ഇതിന്റെ മുമ്പ് ഒരു എപ്പിസോഡിൽ പറയുകയും ചെയ്തത്. TVS മാരാറേ അയാളാണ് എന്നെ ചെയ്തത്. അപ്പൊ അന്ന് അതെന്തിനാണ് പിന്നെ ആ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാല് അതൊക്കെ ഒരു തമാശയാ. ഈ മാഷ് ചോദിച്ച് എന്നോട് പിന്നെ വാട്ട് ഈസ് ഫിനോമിന, ഫിസിക്സിന്റെ മാഷ. വാട്ട് ഈസ് ഫിനോമിന എന്ന് ചോദിച്ചു. അപ്പൊ ഞാനൊരു പെന്ന്, നമ്മളെ ക്ലാസ്സിൽ 2-3 ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ പോലെ എവിടേക്ക് അറിയില്ല. എന്റെ ഒരു ഹീറോ പെൻ ഉണ്ടായിരുന്നു. അത് എടുത്തപ്പോ അന്ന് ഹീറോ പെൻ എന്നൊക്കെ പറഞ്ഞാൽ പോക്കറ്റിലൊക്കെ വലിയ ഗംഭീര ഒരു സംഭവമാണല്ലോ. അപ്പൊ ഇത് എടുത്തപ്പോ ഉണ്ടായ ഞങ്ങളുടെ ഒരു പിടിയും വലിയ ഇയാള് കണ്ടിരുന്നു. അപ്പൊ ഇയാളിനോട് ചോറിലൊക്കെ എടുത്തിട്ട് വാട്ട് ഈസ്, അപ്പൊ ഇയാൾക്ക് അറിയില്ല, ഈ പുതിയ ആളാ. വാട്ട് ഈസ് ഫിനോമിന അല്ലേ? അതന്നെയല്ലേ ഫിനോമിന? അതന്നെയല്ലേ ചോദ്യം? അപ്പൊ എന്തോ ഒരു ഫിസിക്സിൽ ഫിനോമിന എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഓള് പോയിട്ട് എത്ര കാലായി. ഇപ്പളെ പഴയ ഫിനോമിന ടീച്ചറല്ലേ. മോപ്പത്തി പോയിട്ട് 5ാം ക്ലാസ്സിലായിരുന്നു പഠിപ്പിച്ചത്. 5ാം ക്ലാസ്സിൽ ഫിലോമിന ടീച്ചർ ഉണ്ട്. ഓർമ്മ? അപ്പൊ ഞാൻ പറഞ്ഞു ഫിലോമിന ടീച്ചർ വെറുതെ പോയിട്ട് കാലത്രേ. ഇയാൾക്ക് കൊണ്ടൊരു അപ്പൊ എല്ലാരും കൂടി ക്ലാസ്സിൽ നിന്ന് ചിരിച്ച് കൂക്കൊക്കെ ചെയ്തപ്പോ ഇയാൾക്ക് ദേഷ്യം. ഇയാളാ ചൂരലെടുത്തിട്ട് ഇന്നെ അടിക്കാൻ എനിക്ക് ബാക്കി സ്ഥലമൊന്നുമില്ല. ഇയാൾക്ക് ഇന്നെ അറിയില്ല. ഞാനിങ്ങനെ SFI പരിപാടി ഒന്നുമില്ല. ഇയാൾക്ക് അറിയില്ല. ഇയാൾ വന്നിട്ട് 1ാമത്തെ ദിവസം 2ാമത്തെ തരം ഇയാളെ ഒരട്ടി അടിച്ചായിരുന്നു. അടിച്ചിട്ട് എന്റെ കൈ, ഇടത്തെ കൈയിന്റെ ഈ ഇവിടെ ഇങ്ങനെ ഒരു വലിയൊരു വീണ്ട് ഇങ്ങനെ കീറിയിട്ട് ചോര ഒലിക്കുകയാണ്. അങ്ങനെ വെച്ച് പിന്നെ അപ്പത്തേ ഞാൻ ഇറങ്ങി. ക്ലാസ് പൂട്ടി പുറത്തുനിന്ന്. ഉള്ളിൽ തന്നെ ഞാൻ ലോക്ക് ചെയ്ത് ക്ലാസ്. നിങ്ങൾ പോണ്ടാറ്. ഇതിന്റെ ഒരു തീരുമാനം ഉണ്ടായിട്ട് പോയാൽ മതി. എന്നിട്ട് ഞാൻ ഇയാളെ തമ്മിൽ അതായി സ്കൂള് മുഴുവൻ ആയി ലോങ് ബെല്ലടിച്ച് സ്കൂളൊക്കെ വിട്ട്. ആചരണക്കാർ വന്നിട്ട് എന്നോട് ഇത് തുറക്കാൻ പറഞ്ഞു. ഞാൻ തുറക്കൂല പറഞ്ഞു. എന്റെ കൈ വെക്ക്, എന്ത് വേണമെങ്കിൽ ചെയ്യണോ തുറക്കുന്ന പറഞ്ഞു. ഞാൻ പറഞ്ഞു തുറക്കൂല. ഇതിന് ഇയാള് എന്നോട് അതിനനുസരിച്ചില്ല സോറി പറഞ്ഞില്ല, ഞാൻ തുറക്കൂല. അവസാനം നമുക്ക് ഏറ്റവും ബഹുമാനിന്റെ ഒരു മാഷാണല്ലോ നമ്മുടെ സ്പോർട്സിന്റെ ആന്റണി മാഷ്. ആന്റണി മാഷോട് നമുക്ക് അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല. TP ആന്റണിയോട്. അയാൾ അങ്ങനെയാണല്ലോ, ഒരു ടെറർ ഫിഗർ അല്ലേ. അയാൾ കൊണ്ട് വന്നിട്ട് തുറക്കടാ വാതില്. അപ്പൊ എനിക്ക് ഒന്നും ചെയ്യാനില്ല. ഞാനാ പറയുന്നത്, ആന്റണി മാഷാണ് പറയുന്നത്. നിനക്ക് എന്നെ വിശ്വാസമുണ്ട്, തുറക്കടാ. പിന്നെ ഒന്ന് പോയി ആക്കി കൊണ്ട് തുറന്നു. അപ്പൊ ഇയാൾ എന്റെ തോളിൽ കൊണ്ട് കൈയിട്ടിട്ട് നേരെ ഹെഡ്മാഷ റൂമിലേക്ക് എന്നെ കൊണ്ട് കൊണ്ടുപോയിട്ട് ഇതാക്കരുത്, പ്രശ്നമാക്കരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ കോംപ്രമൈസ് ആക്കി. അങ്ങനെ
ഞാൻ ബീച്ച് ഹോസ്പിറ്റലിൽ പോയി വൂണ്ട് ഡ്രസ് ചെയ്യിപ്പിച്ച് സർട്ടിഫിക്കറ്റ് ആക്കി. ഇനി ഞാൻ ഡിഒന് കംപ്ലൈന്റ് കൊടുത്തു. അതൊക്കെ നമ്മളെ ഓഫീസിൽ നിന്നില്ല ഇൻസ്ട്രക്ഷൻ കേട്ടോ. ഇത് SFI ഇൻസ്ട്രക്ഷൻ. അപ്പൊ അതങ്ങനെ ഇതവിടെ കൊടുത്ത് കേസായി. പിന്നെ ഇയാളെ പ്രശ്നങ്ങളായി. അങ്ങനെ പിറ്റേ ദിവസം പിന്നെ അതെല്ലാം കൂടി ഒരു കോംപ്രമൈസ് ആക്കി അതിനെ സോൾവ് ചെയ്ത് പിന്നെ ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഞാൻ ഇതിൽ പറയാത്തിയാ നല്ലത്. വല്ലാതെ അങ്ങ് നീണ്ടുപോകും വേറെ സംഗതികളല്ല. അപ്പൊ അതൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. ഇതൊക്കെ അന്നത്തെ കാലഘട്ടം പറയുമ്പോ ചെറിയത് ഓർത്തുപോയതേ ഉള്ളൂ. നമ്മളെ വിദ്യാഭ്യാസ കാലഘട്ടം നശിക്കാനില്ല ചില കാരണങ്ങൾ ആ ഒരു പ്രസ്ഥാനം കൊണ്ട് എനിക്ക് ഉണ്ടായതിന്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞെന്നുള്ളൂ. അല്ലാതെ അപ്പൊ അതുകൊണ്ട് കുട്ടികളൊന്നും അങ്ങനത്തെ പ്രസ്ഥാനങ്ങളിലൊന്നും പോയി നശിക്കാതിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റൂ. ഇന്നും നമ്മൾ കാണുന്നു. ഭീകരമായ ഒരു സംഭവം തന്നെയാണ് പ്രസ്ഥാനത്തിലൂടെയൊക്കെ കുട്ടികൾ ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് ഇല്ല ലീഡറൊക്കെ ആയിരുന്നു CP ജോൺ, മത്തായി ചാക്കോ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് എനിക്കൊക്കെ വേണ്ടി വരാറ്. അപ്പൊ ഞാനൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു സമയമാണത്. അപ്പൊ അതൊക്കെ ആ ഒരു പ്രസ്ഥാനം കൊണ്ടൊക്കെ എനിക്കുണ്ടായ ദോഷങ്ങൾ, വീണ്ടും പറയാ ദോഷങ്ങൾ, നാശങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ കൂടെ പഠിച്ച ഒരുപാട് ആൾക്കാരിന്ന് പല സ്ഥാനങ്ങളിലും മാനങ്ങളിൽ ഇരിക്കുന്നുണ്ട് അല്ലേ? സ്ഥാനമാനങ്ങളോട് കൂടി അലങ്കരിക്കപ്പെട്ടതായിട്ടിരിക്കുന്ന പല ആൾക്കാരുണ്ട്. നമ്മൾ അതിലൊക്കെ സീറോയിലേക്ക് പോകേണ്ടി വന്നു. സെന്റ് ജോസഫ് സ്കൂൾ എന്ന് പറഞ്ഞാൽ അത്രയും മഹത്തായ ഒരു വിദ്യാലയത്തില് പഠിക്കാനുള്ള അവസരമോ എൻ്റെ അച്ഛനൊക്കെ എനിക്ക് ഉണ്ടാക്കി തന്നിട്ട് ഞാൻ അതിനൊന്നും യൂട്ടിലൈസ് ചെയ്യാതെ നമ്മളിങ്ങനെ ഗ്രാഫ് താഴത്തേക്ക് പോയി ഒന്നുമില്ലാണ്ടായി. പക്ഷേ നമുക്ക് അവിടുന്ന് കിട്ടിയ ഒരു വിദ്യാഭ്യാസത്തിന്റെ ചെറിയൊരു ഇതുണ്ടല്ലോ, നമുക്ക് ആ ഒരു ചെറിയൊരു സാധനം കിട്ടാണ്ടിരിക്കില്ലല്ലോ, ഒരു ബേസ്. ആ ബേസ് ആണ് പിന്നെ SLC ഒക്കെ നമ്മളെ പാസ്സാവാനില്ല. ഹെഡ്മാഷ് പല ക്ലാസ്സുകളിലും പോയിട്ട് പറയരുത്, എന്നെ ഒരു ഉദാഹരണമായിട്ട് പറയരുത്. നമ്മളെ ഇയാള് പറയരുത്, നമ്മളെ ഉമേഷ് എന്നൊക്കെ പറഞ്ഞ നമ്മളെ സുഹൃത്തുണ്ട്, ഓനൊക്കെ പറയരുത്, അത് ഇന്നയാണ് നമുക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞല്ലേ. അതായത് അവനെല്ലാ കളിയും കളിക്കായിരുന്നു അവൻ. പക്ഷെ SLC പാസ്സായി, അത് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവരെ ക്ലാസ്സിലൊക്കെ എന്നെ എത്രയോ പ്രാവശ്യമായിട്ട് ഉദാഹരണം പറഞ്ഞിട്ട് പോലും. അവൻ പാസ്സായി ഇന്ന് കോളേജിൽ പഠിക്കാൻ തുടങ്ങി, അതേമാതിരി നിങ്ങളും കോളേജിൽ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റി പറഞ്ഞിട്ട് പോലും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സാംസ്കാരികമായിട്ടുള്ള പല കാര്യങ്ങളിലും ഇടപെടാൻ പറ്റിയവൾ. ഞാനൊരു അത്യാവശ്യം മോശമില്ലാതെ നാടകം അഭിനയിക്കുകയായിരുന്നു. അങ്ങനെ എപ്പോഴും നമുക്ക് കുറെ നാടകങ്ങളൊക്കെ അഭിനയിച്ച് അങ്ങനെ യൂത്ത് ഫെസ്റ്റിവലിനും ഡിസ്ട്രിക്ട് യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോകാനും, പോൾ കല്ലനോട് എന്ന് പറയുന്ന ആ വലിയ ചിത്രകാരൻ പിന്നെ അയാള് നാടകം സംവിധാനം ചെയ്യായിരുന്നു. അങ്ങനെ അയാളായിരുന്നു നമ്മളെ നാടകമൊക്കെ സംവിധാനം ചെയ്ത് ഞങ്ങളെ കൊടുവള്ളിയിൽ വെച്ചിട്ട് അന്നൊരു യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ പങ്കെടുക്കാൻ പറ്റി. അപ്പൊ അങ്ങനെയുള്ള ചില സംഗതികളിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റി. അപ്പൊ എല്ലാ തരത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ വലിയൊരു അപ്സ് ആൻഡ് ഡൗൺ എന്ന് പറയില്ലേ, അതൊക്കെയാണ് ആ സ്കൂളിനെ കൊണ്ടുണ്ടായ പല ഇത്. എന്റെ പിന്നെ നാടകത്തിൽ എനിക്ക് ആദ്യം ബെസ്റ്റ് ആക്ടറായിട്ട് ഒരു മെഡൽ കിട്ടിയപ്പോ എന്റെ അമ്മ എന്നോട് പറഞ്ഞു, ഏതായാലും ഈ പഠിപ്പിൽ അതിന്റെ മേലെ കയറി നിൽക്കൂല സ്റ്റേജിൽ, പ്രിൻസിപ്പൾ കുത്തിത്തരുമ്പേ പക്ഷെ എന്റെ അത് കുത്തിത്തരുന്നത്. അപ്പൊ ഏതായാലും ഇങ്ങനെയെങ്കിലും മേലെ കയറി നിൽക്കുന്നൊന്ന് കാണാൻ പറ്റിയല്ലോ എന്ന്. അങ്ങനെ തമാശ ഉണ്ടായിരുന്നു. അപ്പൊ ഏതായാലും പക്ഷെ ആ സ്കൂളിൽ പഠിച്ചത് കൊണ്ടായിരിക്കാം നമുക്ക് ഇന്ന് അതിന് ശേഷവും പല സംഗതികളിൽ ആത്മധൈര്യം ഉണ്ടായി. ആ ആത്മധൈര്യം കൊണ്ടാണ് ഇന്ന് ഈ പ്രായം വരെ നമുക്ക് ജീവിക്കാൻ പറ്റിയത് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ആ സ്കൂളിനെ പറ്റി നമുക്ക് ആലോചിക്കുകയാണെങ്കിൽ ഒരുപാട് ആലോചിക്കാൻ. ഇതൊക്കെ ചെറിയൊരു കഥകൾ മാത്രം നമ്മൾ അതിൽ പറഞ്ഞു പോവുകയായിരുന്നു. നമുക്ക് അവിടുത്തെ ഓരോ ദിവസങ്ങൾ പറഞ്ഞാൽ തീരാത്ത കഥകളുണ്ട്. സ്പോർട്സ് അങ്ങനെയുള്ള പല കാര്യങ്ങൾ, കലാകാരൻ. നമ്മുടെ സ്പോർട്സിന് ഞാൻ വലിയ സ്പോർട്സിലൊന്നും ഇല്ല, നേരത്തെ അടിയനായാലും കൊണ്ട് ഞാൻ വലിയ സ്പോർട്സ് ഒന്നും ഇല്ലെങ്കിലും എല്ലാത്തിലും ഒന്ന് പോയിട്ട് നമ്മൾ ചോദിച്ചു നോക്കും, അങ്ങനെ ഉണ്ട്. പക്ഷെ
നമ്മള് അന്ന് പിന്നെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, അന്ന് ഡൽഹിയിലൊക്കെ കളിക്കാൻ പോയ നമ്മളെ ഫുട്ബോൾ ടൂർണമെന്റ് ഇതൊക്കെ ഉണ്ടായിരുന്നു, ടീമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പൊ അങ്ങനെയുള്ള ചില പിന്നെ ന്യൂനതകൾ ഉണ്ടായിരുന്നു. നല്ല വിദ്യാഭ്യാസത്തിൽ നമ്മളെ സ്കൂളിൽ പഠിച്ച ഒരുപാട് കുട്ടികൾ വളരെ വലിയ വലിയ നിലകളിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ വലിയ ഇതൊക്കെ ഉണ്ട് തോന്നുന്നു. ഓൾഡ് സ്റ്റുഡൻസിന്റെ അലൂമിനി അസോസിയേഷൻ ഒക്കെ അവിടെയായി ഒന്നിൽ കൂടുതലുണ്ട് തോന്നുന്നു. അപ്പൊ നമ്മളെ കൂടെ പഠിച്ചൊരു വക്കീലൊക്കെ ഉണ്ട്. ഞാൻ പുള്ളിനെയൊക്കെ കാണാതെ ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ട്. പുള്ളിയൊക്കെ ആയിട്ട് ഇപ്പൊ വലിയ കാര്യങ്ങൾ കോഴിക്കോടിലെ പല വിദ്യാർത്ഥികളും അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് കേട്ടത്. ഏതായാലും അതൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ പഠിച്ച കഥകൾ ഇനി പറയുകയാണെങ്കിൽ ഇനി എന്തെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയാ, അല്ലെങ്കിൽ ഞാനിങ്ങനെ കഥ പറയാം. എന്തെങ്കിലും ഒരു വളരെ ഒരു എന്താ പറയാ മനസ്സിനെ ഉലച്ച എന്തെങ്കിലും ഒരു സംഭവം ഓർമ്മ ഉണ്ട്? എന്തെങ്കിലും ഒരു സംഗതി, അതായത് പെട്ടെന്ന് മനസ്സിന് വലിയൊരു സംഭവമുണ്ട്. അത് ഇപ്പൊ പറഞ്ഞു തീർക്കാനുള്ള സമയം ഉണ്ടാവാ, സ്പീഡായിട്ട് പക്ഷെ സമയം ഉണ്ടാവില്ല. അത് നമുക്ക് ഒരു എപ്പിസോഡ് കൂടി ഈ വിഷയത്തിലാവാന്ന് തോന്നുന്നു. കാരണം സെന്റ് ജോസഫ് സ്കൂളിനെ പറ്റി നമ്മൾ ശരിക്കും അതിന്റെ ഒരു എന്താ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്നൊക്കെ പറയുന്ന പോലെ ഒരറ്റം മാത്രമേ നമ്മൾ തൊട്ടുള്ളൂ. നമുക്ക് സ്കൂൾ മാത്രമല്ല, ആ സ്കൂളിന്റെ ചുറ്റുമുള്ള ലോകം തന്നെ ഒരു സ്റ്റോറിയാണ്. പിന്നെ അവിടെ വെച്ച് നമ്മൾ അതിന് സ്കൂളിന് പുറത്ത് വെച്ചിട്ടും പരിചയപ്പെട്ട ചില ആളുകള്, പിന്നെ അതുമാതിരി സ്കൂളായിട്ട് ബന്ധപ്പെട്ട് അവിടെ മറ്റേ കടയൊക്കെ നടത്തി ഹോട്ടലൊക്കെ നടത്തി ജീവിച്ചിരുന്ന ആളുകള്, അങ്ങനെ അവരുടെയൊക്കെ അങ്ങനത്തെ ഒക്കെ കുറെ സംഗതികളുണ്ട്. പിന്നെ സെന്റ് ജോസഫ്സിന്റെ ആ യൂണിഫോം ഇട്ടിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോ നമുക്ക് കിട്ടിയിരുന്ന ഒരു സ്വീകരണം, അങ്ങനെ കുറെ സംഗതികൾ നമുക്ക് അതിൽ ബാക്കിയുണ്ട്. പക്ഷെ ഇന്നിപ്പോ ഈ പറഞ്ഞ മാതിരി ഒരു ടോപ്പിക്കിന് നമ്മൾ അതിനോട് നീതി പുലർത്താൻ പറ്റിയെന്ന് പറ്റില്ല. അത് നമ്മൾ പകുതിക്ക് വരും. കാരണം അതൊരു വലിയ യാത്രയിലുണ്ടായ ഒരു അനുഭവമാണ്. അത് വെച്ചിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് അത് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഒരു രണ്ടാം ഭാഗം ചെയ്യാം. പക്ഷെ ആ യാത്രയിലുണ്ടായ ആ അനുഭവം കൊണ്ട് പിന്നെ ഒരു കാര്യം എന്തായിരുന്നു അറിയോ, നമ്മളെ ഹെഡ് മാഷും പിന്നെ പോപ്പൻ മാഷ് അടിയാണല്ലോ, ഒന്ന് കഴിഞ്ഞാൽ രണ്ടാമത് അടിയല്ലേ. പക്ഷെ എന്നെ അടിക്കാൻ ഇങ്ങനെ വന്നിട്ട് അടി നിർത്തും. എന്താ അറിയോ, എന്നിട്ട് എന്നോട് പറയും, പഴയ ആ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് നിന്നെ തല്ലാൻ തോന്നില്ല, നീ ഇല്ലെങ്കിലാന്ന് എനിക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്തിക്കളയും, അടിക്കൂല. പാവത്തിന് അടിക്കുമ്പോ കൈ പറിച്ചു, കാരണം അയാൾ തലയിട്ട് വീണു പോയിനെ. ഞാനാണ് അയാള് പരിക്ക് പറ്റിയ കുട്ടീനെ ഒക്കെ എടുത്തുണ്ടോയത് ഞാനും ഒരു ഇപ്പൊ പറയണ്ട, ഇപ്പൊ അതിന്റെ ഹിന്റ് കൊടുക്കണ്ട, സസ്പെൻസ് അവിടെ നിൽക്കട്ടെ. കാരണം പോപ്പൻ മാഷെ പോലത്തെ ഒരു അധ്യാപകന് അന്നുണ്ടായ ഒരു മാനസിക സമ്മർദ്ദവും അതൊക്കെ അതിൽ വരും. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നാളത്തെ എപ്പിസോഡിൽ തന്നെ ചെയ്ത് കളയാം. കാരണം അതൊരു ഇന്നും വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു ഇതാണെന്ന് തോന്നുന്നു. അങ്ങനെ സംഭവം അതൊരു വലിയൊരു അനുഭവം, ഭയങ്കര ഒരു സംഭവമായിരുന്നു അത്. അങ്ങനത്തെ ഒരു വലിയൊരു സംഗതി ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഉണ്ടായത് വലിയ സ്കൗട്ട്സിന്റെ ഇതിന്റെ ഒക്കെ നമ്മള് വലിയ ഓൾ ഇന്ത്യ ക്യാമ്പിലൊക്കെ അവിടെ നിന്ന് പോകാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ പല 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 അനുഭവങ്ങളാണ് സെന്റ് ജോസഫ് സ്കൂളിന്റെയും നമ്മുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ആ ഒരു 10 വർഷം ഒരു 100 വർഷം പറയേണ്ടി വരും. അത്രയും 100 മണിക്കൂർ ഉണ്ട്, വർഷമല്ല, ഒരു 100 മണിക്കൂർ പറയേണ്ട കഥകൾ നമുക്ക് അവിടെ ഉണ്ട്. നമുക്ക് ഓരോരുത്തർക്കും, നിങ്ങൾക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. നമുക്ക് ഓരോരുത്തർക്കും പല അനുഭവങ്ങളില്ലേ അവിടെ ഇല്ലേ. അങ്ങനെ വരുന്ന വഴിയിലൂടെ ഉണ്ടായിട്ടില്ല ഓരോ ഷോപ്പുകൾ വരെ നമുക്ക് ഓരോ അനുഭവങ്ങളാണ്, അല്ലേ? നമ്മള് ആ ടാഗോർ സെന്റിനറി ഹാളിന്റെ അവിടുന്ന് ഇങ്ങോട്ട് കടന്നിട്ട് ആ റോഡിലെ ഇങ്ങോട്ട് കടന്നാല് അവിടുന്ന് സ്കൂള് വരെ ഒരുപാട് കഥകൾ. ഐസുകാരനും പഴയ റബ്ബർ മുട്ടായി വെക്കുന്ന പെണ്ണുങ്ങളും അല്ലേ, ഈ ഉത്സവ പറമ്പിലൊക്കെ കാണുന്ന വരവരിക്കയില്ല കുറെ വെക്കുന്ന പെണ്ണുങ്ങളും അവിടുന്ന് ഇങ്ങനെ എന്തൊക്കെയാണ്. ഒരു പട്ടറൊക്കെ ഉണ്ടായിരുന്നു, അയാളെ അവിടുന്ന് ഇഡ്ലിക്കും സാമ്പാർ ഒഴിക്കും, ഉപ്മാവിനും സാമ്പാർ ഒഴിക്കും, പഴംപൊരിക്കും സാമ്പാർ ഒഴിക്കും, പടക്കും സാമ്പാർ ഒഴിക്കും. എന്ത് ചോദിച്ചാലും സാമ്പാറാണ്. ഒരു എല്ലാം കൂടി ആയിട്ട് ഒരു ഉറുപ്പ്യ ഇങ്ങനെ കൊടുത്താൽ മതി. ഉച്ചക്ക് സ്കൂൾ വിട്ടാൽ എല്ലാം കൂടി അതിലിട്ടിട്ട് അങ്ങോട്ട് തരിക. അതിലൊരൊറ്റ വയ്ക്കില്ല സാമ്പാർ. ആ പൂർണിമ ഒരു ഹോട്ടലിന്റെ തൊട്ടടുത്തായിരുന്നു അതുണ്ടായിരുന്നത്, പട്ടറ ഹോട്ടലുണ്ട്. അത് എല്ലാ വിദ്യാർത്ഥികളുടെ ഒരു ഹോട്ടലായിരുന്നത്. ഇപ്പൊ ഒന്നും അതൊന്നും ഇല്ല, എന്തൊക്കെയോ ആയി പോയി തോന്നുന്നല്ലേ, കാലങ്ങളായി ആ വഴിക്കൊക്കെ പോയിട്ട്. ഞാനും പോയിട്ട് ആ വഴിക്ക് അങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കിയിട്ടില്ല, പോയിട്ടുണ്ട് പലപ്പോഴും. ഒന്ന് പോകണം അങ്ങനെ അങ്ങോട്ട് നോക്കിയിട്ടില്ല. ഒരു ദിവസം. അപ്പൊ ഇന്നത്തെ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ് മധുസൂദനൻ.
നാളെ നമ്മൾ ഇതിന്റെ രണ്ടാം ഭാഗമായിട്ട് വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ വീണ്ടും എത്തും. നമ്മുടെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെൽ ബട്ടൺ അമർത്തി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്തേ. 2 കോഴിക്കോട്ടുകാരുടെ സെന്റ് ജോസഫ് സ്കൂളിലൂടെയുള്ള ഒരു യാത്ര അല്ലേ? അതെ അതെ. അപ്പൊ നമുക്ക് ഇന്നിവിടെ അവസാനിപ്പിക്കാം. നമസ്തേ.